1998 ആഗസ്റ്റ് 12, ജർമ്മനി. ജ്ഞാനദളം 166. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നത്? നിങ്ങൾ ആളുകളെ സ്നേഹിക്കുന്നത് അവർ മഹാന്മാരോ അനന്യരോ ആയതുകൊണ്ടാണോ? എന്നാൽ നിങ്ങളെ ഒന്നിനും കൊള്ളുകയില്ല എന്ന് ഞാൻ പറയും. എന്തുകൊണ്ടാണ് നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നത്? അത് അവരുടെ സദ്ഗുണങ്ങൾ കൊണ്ടാണോ? അവരോടുള്ള ബന്ധവും അടുപ്പവും കൊണ്ടാണോ? ആളുകളുടെ സദ്ഗുണങ്ങൾ കാരണം നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാം, എന്നാൽ അവരോട് അടുപ്പം തോന്നാതിരിക്കുകയും ചെയ്യാം. ഇങ്ങനെയുള്ള സ്നേഹം മത്സരത്തിനും അസൂയയ്ക്കും കാരണമാകും. ആളുകളുടെ സദ്ഗുണം കാരണം നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ആ സ്നേഹം ദൃഢമല്ല. സദ്ഗുണങ്ങൾ മാറുകയോ നിങ്ങൾക്കവ ശീലമാകുകയോ ചെയ്യുമ്പോൾ സ്നേഹത്തിനു മാറ്റം വരും. ആരുടെയെങ്കിലും അനന്യത കൊണ്ടോ മഹത്വം കൊണ്ടോ ആണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് എങ്കിൽ അത് മൂന്നാം കിട സ്നേഹമാണ്. എന്നാൽ ബന്ധുത്വം കൊണ്ടാണ് നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നത് എങ്കിൽ ആ സ്നേഹം ജന്മങ്ങളോളം തുടരും. മഹത്വം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അത് നിരുപാധിക സ്നേഹമാണ്. ദൈവത്തിന്റെ മഹത്വം കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആളുകൾ പറയാറുണ്ട്. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. ദൈവം നമ്മളെ പോലെ സാധാരണക്കാരനാണ് എങ്കിൽ ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹം തകരുമോ? ദൈവം നിങ്ങളുടേതായതുകൊണ്ടാണ് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നതെങ്കിൽ ദൈവം എങ്ങനെയായാലും, ദൈവം സൃഷ്ടിച്ചാലും സംഹരിച്ചാലും നിങ്ങൾ അപ്പോഴും ദൈവത്തെ സ്നേഹിക്കും. ബന്ധം കൊണ്ടുണ്ടാവുന്ന സ്നേഹം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള സ്നേഹം പോലെയാണ്. ചോദ്യം: പലരും അവരവരെ സ്നേഹിക്കുന്നില്ല, അപ്പോഴോ? ഗുരുദേവ്: അല്ല, അത് നേരെ തിരിച്ചാണ്. അവർ അവരവരെ തന്നെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് കുറെ കൂടി നല്ല ഗുണങ്ങളും ബാഹ്യമായ ആകർഷണീയതയും വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. സദ്ഗുണങ്ങളോടുള്ള സ്നേഹം അവർക്ക് അവരോട് തന്നെ കാർക്കശ്യം ഉണ്ടാക്കുന്നു. സദ്ഗുണങ്ങളോടുള്ള സ്നേഹം അവർക്ക് അവരോട് തന്നെ കാർക്കശ്യം ഉണ്ടാക്കുന്നു. ജ്ഞാനം, സാധന, സേവ, സത്സംഗ് എന്നിവ വളരെ പെട്ടെന്ന് സ്വാത്മബോധം സൃഷ്ടിക്കുന്നു. സ്വാത്മബോധത്തിൽ നിന്ന് സ്നേഹം ഉദിക്കുമ്പോൾ പ്രവൃത്തികളും ഗുണങ്ങളും ആ സ്നേഹത്തിന് നിഴലാകുകയില്ല. സ്വഭാവങ്ങളോ പ്രവൃത്തികളോ എല്ലാ കാലത്തും പൂർണ്ണതയുള്ളവയാകണമെന്നില്ല. സ്നേഹവും അടുപ്പവും ഉണ്ട് എന്ന തോന്നൽ മാത്രമാണ് പൂർണ്ണമാകുന്നത്. ജയ് ഗുരുദേവ്.